തൂക്കിക്കൊല്ലണം തന്നെ. കാരണം എന്റെ മകൾ തിന്ന വേദന പോലെ ഇനി നാളെ ഒരു അമ്മയോ പെങ്ങളോ ഒരു കുഞ്ഞുങ്ങളോ മക്കളോ ആരെയും കഴുത്തിൽ ഇനി ഒരു ആയുധം വെച്ച് മുറിക്കാനോ ഇതുപോലെ ക്രൂരമായിട്ട് ഒരു കൊലപാതകങ്ങൾ ഇതുപോലെ ചെയ്യാൻ ഇനി ഇതെന്ന് ഓർമ്മ വെച്ച് നാളെ ഒരു കൊലപാതകങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവരുത്. രക്ഷപ്പെടുമെന്ന് പേടിയുണ്ടായിരുന്നോ വിധി വരുമ്പം ഏതെങ്കിലും രീതിയിൽ? നമ്മൾ അന്ന് ആവശ്യപ്പെട്ടതാണല്ലോ, അതുകൊണ്ട് അത് തന്നെ വിധി വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത്. എന്റെ മോളുടെ ജീവൻ എടുത്ത് ഇത്രയും എന്റെ മോള് ഇത്രയും വേദനകൾ തിന്ന് ഇതുപോലെ എന്റെ കൊച്ചിനെ കൊന്ന വേദനകൾ തിരിച്ച് അവരും അനുഭവിക്കണം എന്നോർത്ത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും നാളും ഞാൻ കാത്തിരുന്നത്. അത് ഇന്നിപ്പോ വിധി നമുക്ക് അനുകൂല്യമാണ്. അവനെ തൂക്കി കൊല്ലാൻ തന്നെ വിധിച്ചിട്ടുണ്ട്. തൂക്കിക്കൊല്ലണം തന്നെയാണ് അന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നത്. കാരണം ഇത്രയും കുത്തുകളൊക്കെ ഒരുപാട് ക്രൂരമായിട്ടാണ് എന്റെ കൊച്ചിന്റെ ശരീരത്തിലൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ വേദന അവരും തിന്നണമല്ലോ. ഇനി നാളെ ഒരു പെൺകുട്ടികളോ ഒരു അമ്മമാരോ ഒരു ഇനി പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളായാലും ഒരു സ്ത്രീകളുടെ ഒരു കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ഇതുപോലെ ഇങ്ങനെ ക്രൂരമായിട്ട് ഇങ്ങനെ കൊലപാതകങ്ങൾ ചെയ്യാതെ ഇരിക്കണം. അതിന് ഇതുപോലെ ഒരു കൊലപാതകം ഇപ്പൊ എന്റെ മോളെ കൊന്നതുപോലെ ആ കൊലപാതകം കൊന്നുകഴിഞ്ഞാൽ നാളെ നമ്മുടെ രാജ്യത്ത് ഒരു കൊലപാതകങ്ങളും ഉണ്ടാവൂല. നമ്മൾക്ക് സ്ത്രീകൾക്ക് മനസമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നീതി കിട്ടില്ലോ. അമീർ ഇസ്ലാമിനെ തൂക്കിക്കൊല്ലാൻ തന്നെ വിധിച്ചു. നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ കോടതി നിയമമൊക്കെ നമുക്ക് സത്യസന്ധമാണെന്നല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതുവരെ വിശ്വസിച്ചിരുന്നത് ഈ തൂക്കിക്കൊല്ലുന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇരുന്നത്. അത് തന്നെ ഇപ്പൊ വിധി അനുകൂല്യമായിട്ടുണ്ട്. നമ്മൾ കാണണം. എന്റെ മക്കള് മോള് തിന്ന വേദന അവരും തിന്നണമല്ലോ. അതുപോലെ ഇനിയിപ്പോ നാളെ നമ്മുടെ ഇന്ത്യ കേരളത്തിനകത്ത് ഒരു രാജ്യത്തും ഇനി ഇങ്ങനെ ഒരു കൊലപാതകൾ ഉണ്ടാവരുത്. ഒരു പെണ്ണുങ്ങളുടെ ഒരു കുഞ്ഞുങ്ങളുടെ ഈ ലോകത്ത് ഒരാളുടെ നേരെ ഇതുപോലെ ക്രൂരമായിട്ട് കൊലപാതകങ്ങളും ചെയ്യാൻ ഒരു കൊലപാതകങ്ങളും ഉണ്ടാവരുത്. വിധി അനുകൂല്യമാണെന്ന് ആണ് കോടതിയിൽ എത്രയും വേഗം ചെയ്യണമല്ലോ. കാരണം എന്റെ കൊച്ചു മരിച്ചിട്ട് 9 വർഷം ഈ വലിയ പാർലമെന്റ് ഇലക്ഷനാണ് കൊന്നത് ഏപ്രിൽ 22 ഇത്രയും വർഷങ്ങളായി. അപ്പൊ എത്രയും വേഗം അവനെ കൊല്ലണം തന്നെയാണ് എന്റെ ആഗ്രഹം. അറിഞ്ഞപ്പോ തന്നെ ഒരു സന്തോഷം. കാരണം എന്റെ കൊച്ചിന്റെ പ്രാണം വേദന തിന്ന് നടക്കുന്നുണ്ടാവും എന്റെ മോള്. ആ ഒരു വിഷമമാണ് എനിക്ക്. ഈ ഒരു ദിവസം കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നാണ് ഈ വിധി വരാൻ വേണ്ടി ഇത്രയും കാലം ഈ 9 വർഷവും ഞാൻ കാത്തിരുന്നത്.